രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ. ഒരു വാണ്ടഡ് ക്രിമിനലായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ നാളെ വിധി വരും. അത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മാത്രം വിധിയാവില്ല. രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പമുള്ള കെ മുരളീധരന്റെ വാക്കുകൾ കടമെടുത്തു പറഞ്ഞാൽ പുകഞ്ഞ കുള്ളിയോട് സ്നേഹമുള്ളവരുടെ വിധി കൂടിയായി മാറും. ജനസേവനത്തിനായി നിയോഗമേൽപ്പിച്ച പാർട്ടിയെ പറ്റിച്ച് മതില് ചാടാൻ പോയ എം.എൽ.എ. വീണ്ടും കാത്തുരക്ഷിക്കുന്നതാര്? എല്ലാ ഡിജിറ്റൽ തെളിവുകളും രാഹുലിനെതിരാണ്. 7ാം നാളിലും രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ. ഒളിവിലാണ്. പുകഞ്ഞുകൊള്ളി പുറത്തുനിന്ന് കെ മുരളീധരൻ ആഞ്ഞടിച്ചതോടെ രാഹുൽ പാർട്ടിക്ക് പുറത്തേക്കെന്ന തോന്നലിന് കനം കൂടി. ഇന്ന് വാർത്താ പ്രഭാതത്തിൽ ഒരിടവേളയ്ക്കു ശേഷം വനിതാ നേതാക്കളും യുവ നേതാക്കളും രാഹുലിനെതിരെ ആഞ്ഞടിച്ച് രംഗത്തിറങ്ങി. രാഹുലിന്റെ സൈബർ പടയെ ഭയക്കാതെ തന്നെ രാഹുൽ കേന്ദ്രത്തിലും ബാധ്യതയാകുമെന്ന് മനസ്സിലാക്കി തീരുമാനമെടുക്കാൻ KPCCയെ ചുമതലപ്പെടുത്തിയ ഹൈക്കമാൻഡ്. എന്നാൽ ഇതിനകം തന്നെ ബാധ്യതയായ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഉടൻ കൈയൊഴിയില്ലെന്ന സൂചന നൽകി KPCC. പുകഞ്ഞിട്ടും പുറത്താകാത്തത് എന്തുകൊണ്ടെന്നാണ് ചോദ്യം. രാഹുലിനെ ആർക്കാണ് പേടി? വനിതാ നേതാക്കളുടെ വാക്കിനും മാനത്തിനും വിലയില്ലേ? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ KPCC നേതൃത്വത്തിന്റെ കയ്യിലും ഇപ്പോൾ SITയുടെ കയ്യിലുമുള്ള തെളിവുകൾ ശക്തമല്ലേ? റിയൽ നേതാക്കൾക്ക് ഇതോടുകൂടി പിടിവീഴുമോ? ഷാഫി രാഹുൽ ബ്രിഗേഡ് കോൺഗ്രസിനൊരു ബാധ്യതയാണോ? ഹൈക്കമാൻഡ് ലോ കമാൻഡായോ? രാഹുകാലമോ കോൺഗ്രസിന് എന്നാണ് ചോദ്യം.